എവിക്റ്റ് ആവാൻ നിൽക്കുന്ന ആര്യനെയും പിന്നെ ജയിലിൽ പോകാൻ നിൽക്കുന്ന നെവിനെയും കൂടി വെച്ചിട്ടാണ് ലാലേട്ടൻ ക്യാപ്റ്റനെ തീരുമാനിച്ചത്. ഇവർ രണ്ടുപേരുമാണ് അടുത്ത ആഴ്ചത്തേക്കുള്ള ക്യാപ്റ്റനെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. ഇവര് നൂറയാണ് തെരഞ്ഞെടുക്കുന്നത്. നൂറയാണ് ഡിസേർവിംഗ് കേട്ടോ. പിന്നെ നൂറ ക്യാപ്റ്റനുമായിട്ടില്ല, അതുകൊണ്ട് നൂറയെ ഇവർ തെരഞ്ഞെടുക്കുന്നുണ്ട്. നെവിനും ആര്യനും കൂടിയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇതൊരു വമ്പൻ ട്വിസ്റ്റ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഹൗസ് മേറ്റ്സിന്റെ എല്ലാവരുടെയും ഒരു സജഷൻ ഇല്ലാതെ ഒരു ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നത്. നൂറയുടെ പിന്നെ ടിക്കറ്റ് ഫിനാലെ ഉണ്ട്, ടോപ്പ് 5 എൻട്രി കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഓക്കെ, അണ്ടർസ്റ്റുഡ് ആണ്. ഇവര് നൂറെ തെരഞ്ഞെടുത്തതിന് വലിയ വാലിഡ് കാരണങ്ങളുള്ളതുകൊണ്ട് നൂറ ക്യാപ്റ്റനായി. പിന്നെ ലാലേട്ടൻ നെവിന് കൊടുക്കുന്ന പണി, നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു വലിയ പണി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, മണി ബോക്സ് വരുന്ന സമയത്ത് അത് നെവിന് എടുക്കാൻ പറ്റില്ല. അത് എത്ര തുക എത്രയാണെങ്കിലും നെവിന് അത് തൊടാൻ പറ്റില്ല. നെവിൻ വളരെയേറെ ആഗ്രഹിച്ചതാണ്. നല്ലൊരു എമൗണ്ട് വരികയാണെങ്കിൽ എടുക്കാമെന്ന് ആഗ്രഹിച്ച ഹൗസിലെ 2-3 പേരായിരുന്നു. അക്ബർ, നെവിന്, പിന്നെ ആദില, ഇവരൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു അനുമോൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, നല്ല എമൗണ്ട് വരികയാണെങ്കിൽ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ആ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നെവിന് ആ ഓപ്പർച്യൂണിറ്റി ഇല്ല. എമൗണ്ട് എത്രയാണെങ്കിലും നെവിന് അത് എടുക്കാൻ പറ്റില്ല. പുറത്താകുവാണെങ്കിലും അല്ലെങ്കിലും നെവിന് അത് എടുക്കാൻ പറ്റില്ല. ഇനി നെവിന്റെ മുന്നിൽ ആകെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 5 ആണ്. അത് പ്രേക്ഷക പ്രീതി നേടി ടോപ്പ് 5 കയറാം, അല്ലെങ്കിൽ എവിക്റ്റായി പോവാം. മണി ബോക്സ് എന്ന് പറയുന്ന സംഭവം നെവിന് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ലാലേട്ടൻ പറഞ്ഞത്. അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. കാരണം നല്ല എമൗണ്ട് ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ വരുന്ന ആഴ്ച മണി ബോക്സ് ടാസ്കുകളായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നല്ല എമൗണ്ട് ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ എപ്പിസോഡ് അവസാനിക്കുന്ന എന്ത് കാണിച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറും നെവിനും ജയിലിൽ പ്രവേശിക്കുന്നത് കാണിച്ചിട്ടാണ്. ഇവര് ജയിലിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട്, നിനക്കിനി നിന്റെ ലൈഫ് സെറ്റ് ആക്കാടാ, നീ അതിനെപ്പറ്റി ഒന്നും വറി ആക്കാതെ, നീ വറി ചെയ്യാതെ എന്ന രീതിയിൽ നെവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. നെവിൻ ആകെ ടെൻഷനിലാണ്. നെവിന് എനിക്ക് തോന്നുന്നു എത്രയൊക്കെ ആണെങ്കിലും ബിഗ് ബോസിന് പുറത്ത് ഒരു ജീവിതമുണ്ട് എന്നുള്ളൊരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക. അക്ബറിനെ ആണെങ്കിലും നെവിനെ ആണെങ്കിലും ഇവരുടെ ഗെയിമിനെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത്. ഇവരുടെ പേഴ്സണാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും വിമർശിച്ചിട്ടില്ല. സത്യമായിട്ട് രണ്ടുപേരുടെ ആ കിടപ്പ് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി കേട്ടോ. പിന്നെ അക്ബറിന്റെ പേഴ്സണൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജപ്തിയെ 4 തവണ മുഖാമുഖം കണ്ട ഒരാളാണ്, അങ്ങനെയൊക്കെയുള്ള സോ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അക്ബർ പറയുന്ന ഒരു കാര്യം, ഞാൻ എല്ലാവരെയും ഇവിടെ ശത്രുവാക്കി. ആദില, അനുമോള, നൂറ, പിന്നെ ഷാനവാസിക്ക, അനീഷേട്ടൻ എല്ലാവരുടെയും ശത്രുവായി. ഞാൻ പിന്നെ പണ്ട് പോലെ നിന്റെ ശത്രുവാണല്ലോ നെവിൻ ചോദിക്കുന്നുണ്ട്. അതെ അതെ, നീ പണ്ട് പോലെ എന്റെ ശത്രുവാ. പിന്നീട് അക്ബർ പറയുന്നുണ്ട്, നിനക്ക് ഞാനും പിന്നെ എനിക്ക് നീവേ ഉള്ളൂ ഇവിടെ എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നെവിനും അക്ബറും ഇനി ഒരുമിച്ച് നിന്ന് തന്നെ കളിക്കും, മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ഈ ഒരു മണി ബോക്സ് എന്ന് പറയുന്ന സാധനം ഇത് നെവിനെ തൊടാനായിട്ട് പറ്റില്ല. അതൊരു നല്ലൊരു പണിഷ്മെന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നെവിൻ ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇതൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.